to 10% എഥനോൾ കേട്ടോ. 8 to 10% എഥനോൾ ആണ് വാഷ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ പിന്നെന്താണ്, അതിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്യും. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റെക്ടിഫൈഡ് സ്പിരിറ്റ് കിട്ടും. റെക്ടിഫൈഡ് സ്പിരിറ്റ് അല്ലെ, റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയും. അത് എത്രയാണ്? 95.6%. 95.6% എഥനോൾ ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ദെൻ പിന്നെ എന്താണ്, 100% എഥനോളിനെ നമ്മൾ വേറൊരു പേര് പറയും, ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയും കേട്ടോ. ആബ്സല്യൂട്ട് ആൽക്കഹോൾ. ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് വെച്ചാൽ എന്താണ്? 100% ഓഫ് എഥനോളിനെയാണ് നമ്മൾ പറയുന്നത് ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയും. ദെൻ പിന്നെന്താണ്, പവർ ആൽക്കഹോൾ ഉണ്ട്. പവർ ആൽക്കഹോൾ. പവർ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്ന് പറഞ്ഞാൽ 20% ഇല്ലേ, 20% എന്താണ്? ആബ്സല്യൂട്ട് ആൽക്കഹോൾ. 20% ആബ്സല്യൂട്ട് ആൽക്കഹോളും പിന്നെ എന്താണ് 80%